ഹായ് കൂട്ടുകാരെ, അസാക്സ് വേളിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്ന് ഉച്ചക്കലത്തെ ഊണൊന്ന് കാണിക്കാമെന്ന് കരുതി. ചെറിയൊരു ഊണ്, ഒത്തിരി വിഭവങ്ങളൊന്നുമില്ല, സാധാരണ ഒരു ഊണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു പനിയൊക്കെയാണെന്ന്. പനിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇതുവരെയായിട്ടും ശരിയാവുന്നില്ലേ. അന്നേരം ഞാൻ കരുതി ഒത്തിരി ജോലിയാണെന്നും വയ്യ, പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഊണുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ഇന്നത്തെ ഊണൊന്ന് വീഡിയോ ആക്കിയേക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്നൊരു കറിക്ക് വേണ്ടിയിട്ടാണ് ഓണത്തിന് വാങ്ങിച്ച കുറച്ച് ഒരു കഷ്ണം വെള്ളരിക്കയും ഒരു ചെറിയ കഷ്ണം പടവലങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. ഇതേ കണ്ടോ, ആ മുരിങ്ങയൊക്കെ വാടി ഉണങ്ങിപ്പോയി. ഫ്രിഡ്ജിനകത്ത് എന്നിട്ട് അത് ഉണങ്ങി, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് കരുതിയേ. വെള്ളരിക്കയും പടവലങ്ങയും മുരിങ്ങയ്ക്കയും ഈ പച്ചമുളക് കൂടെ ഒന്ന് കീറിയിടണം. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, ഒരു ഒഴിച്ചുകറിയാക്കാം. വീട്ടിൽ നിന്ന് എടുക്കുന്ന പച്ചമുളകായത് കാരണം എരിവില്ല. ഞാൻ ഈ കാശ്മീരി മുളക് വാങ്ങിച്ച് ഉണക്കി പൊടിപ്പിച്ചിട്ടാണ് മുളക് പൊടിക്ക് എടുക്കുന്നത്. അപ്പോൾ അന്നേരം എടുക്കുന്ന ആ മുളകിൻ്റെ അരി കൊണ്ടുവന്ന് ഇവിടെ വെറുതെ വെതറിയിടുവേ. അത് കിളിക്കുന്ന കാരണം ഇഷ്ടം പോലെ മുളകിൻ്റെ തൈയുണ്ട് പറമ്പിൽ. അപ്പോൾ അതേന്ന് കിട്ടുന്ന മുളകായത് കാരണം വലിയ എരിവില്ല. അതാണ് കേട്ടോ അത്രയും എടുത്തത്. അപ്പോൾ നമുക്കിനി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, വെള്ളരിക്കയും പടവലങ്ങയൊക്കെ ആകുമ്പോൾ. ഒത്തിരി സമയം അടുക്കളയിൽ നിൽക്കുമ്പോഴേ നിങ്ങൾ തലയ്ക്കകത്തൊക്കെ എന്തോ വിഷമം പോലെയാണ്. അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഏകദേശം വേകാറായിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നേ. ഈ ഇവിടെയൊക്കെ ഇങ്ങനെ 2 കിലോ ചെറിയുള്ളി 100 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടിയെ കൊണ്ടുവരുവേ. അങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ കുറേ തീരെ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് എടുക്കാതെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അതെടുത്തെല്ലാം കൂടി ഒന്ന് തോലെല്ലാം കളഞ്ഞെടുത്തേ. അതും പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ നിൽപ്പുണ്ടായിരുന്നു, അതും കൂടെ പറിച്ചെടുത്ത്. കാണാവോ എന്ന് അറിയത്തില്ല, ഒരു ചെറിയ വഴുതനങ്ങയായിരുന്നു കണ്ടോ. 2-3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഞാൻ മേടിച്ചിനി ഇതുകൊണ്ട് പെട്ടെന്നൊരു കറി തട്ടിക്കൂട്ടാം. പെട്ടെന്ന് നല്ല എരിവിനൊക്കെ വേണ്ടി, എരിവ് പുളിയൊക്കെ ഉള്ള ഒരു കറി. അപ്പോൾ അതിന് വേണ്ടി ഇതെല്ലാം കൂടെ ചേർത്തൊരു കറിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ എടുത്ത് വഴറ്റി എടുക്കണേ. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്വല്പം പുളി നമുക്ക് വെള്ളത്തിലിടാം. ഞാനൊരു ചെറിയ ഉണ്ട പുളി വെള്ളത്തിലിടുവാണേ. അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് അളവൊന്നുമില്ല, സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് ഈ ഉള്ളിയും വഴുതനങ്ങയും എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കണേ. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, ഒന്ന് പെട്ടെന്ന് വഴന്ന് വരും. ഇതുകൊണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ. പെട്ടെന്ന് വഴന്ന് വരും. ഇത് പെട്ടെന്നാവുന്നൊരു കറിയാട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ വീട്ടിൽ അമ്മൂമ്മ ഉണ്ടായിക്കൊണ്ടിരുന്ന കറിയാണ്. സ്കൂളിലൊക്കെ കൊണ്ടുവന്നവരൊക്കെ തന്നു വിടുമായിരുന്നു. ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു ചെറിയ മുറിയുടെ പകുതി. അതിനകത്തേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് സ്വല്പം ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാവേ. ഒരു രണ്ട് ചെറിയ ഉള്ളി കൂടി ഇട്ടേക്കാം. ഇനിയിപ്പോൾ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ആ ഉള്ളിയും വഴുതനങ്ങയും പച്ചമുളകും കൂടെ വഴറ്റാനിട്ടത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്വല്പം കൂടെ വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാവേ. നന്നായിട്ട് വഴന്നു വന്നു. ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ. ആദ്യം മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം. ഒത്തിരി മല്ലിപ്പൊടിയൊന്നും വേണ്ട, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി മതി. ഈ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചച്ചവയൊന്ന് മാറി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആ മുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തേക്ക് മുളക് പൊടി കൂടെ ചേർക്കാം. ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇച്ചിരി എരിവ് മുമ്പിട്ട് നിൽക്കണം ഈ കറിക്ക്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത മുളക് പൊടിയാണ്. അപ്പോൾ ഒത്തിരി എരിവ് വരത്തില്ല കേട്ടോ, അത്രയും ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട്. ഈ കറി ഉണ്ടാക്കുമ്പോൾ എരിവ് ആവശ്യമുള്ളവരാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിവ് ചേർക്കാം. എരിവും പുളിയും സ്വല്പം മുമ്പിട്ട് നിൽക്കണം ഈ കറിക്ക്. മുളക് പൊടി ഇട്ട് അതൊന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ആ പുളി കലക്കി വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. നമ്മൾ ആ പൊടികളെല്ലാം ചേർത്ത് വെള്ളവും കൂടെ വെള്ളമല്ല, ആ പുളി കലക്കിയ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നന്നായിട്ട് തിളച്ച് ഉള്ളിയും ആ വഴുതനങ്ങയൊക്കെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ.
ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കണം കേട്ടോ. നമ്മൾ ആദ്യം സ്വല്പം ഉപ്പല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അന്നേരം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വെള്ളരിക്കയും പടവലങ്ങയും മുരിങ്ങയും കൂടെ വേകാൻ വെച്ചിരുന്നത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ഞാൻ ആ തേങ്ങ നല്ല വൃത്തിയായിട്ട് വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ലൂസായിട്ടുള്ള ഇങ്ങനെ വെള്ളത്തിലുള്ളൊരു കറിയാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കുറുകിയ കറിയല്ലേ, ഒരു ഒഴിച്ച് കറി. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് സ്വല്പം തൈരൊന്ന് അടിച്ചെടുക്കാവേ. നമ്മൾ അരച്ചെടുത്ത് ആ ഒരു ജാറിനകത്തോട്ട് വരെയാണ് ഞാൻ ഈ തൈരും കൂടെ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിട്ട് അടിക്കുവാണെങ്കിൽ ആ അരപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളോട് ഇതിലങ്ങ് ചേർന്നോളുമല്ലോ. അപ്പം ഞാൻ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഉള്ളിയും വഴുതനയും കൂടെ വേവിക്കാൻ വെച്ചിരുന്നില്ലേ, അത് നല്ല കുറുകി വന്നു കേട്ടോ. പുളിയും എല്ലാം ചേർത്തായിരുന്നല്ലോ നമ്മൾ, അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണേ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഈ പനിയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. കാരണം നല്ല എരിവും പുളിയും അത് കണക്ക് കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഇങ്ങനെ മുൻപിട്ട് നിൽക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഒരു സ്വല്പം കായപ്പൊടിയൊക്കെ നമ്മൾ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്തേക്കണം. അപ്പം വായിക്ക് നല്ല ടേസ്റ്റ്. ഇപ്പം ഞാൻ സത്യത്തിൽ ഇതുണ്ടാക്കിയത് തന്നെ പനി കഴിഞ്ഞിട്ട് വായിക്കൊരു സ്വാദ് വന്നിട്ടില്ല. അപ്പം വായിക്കൊരു ടേസ്റ്റും കൂടെ ആവുമല്ലോ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കറി വെക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ദേ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതേ കുറുകിയിരിക്കുന്നു കണ്ടോ. ദേ കണ്ടോ, ഇങ്ങനായേ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കടുക് വറുത്തൂടെ ചേർക്കണം. കടുക് താളിച്ചൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറി റെഡിയായി കേട്ടോ. ഈ കറിയുടെ എരിവും പുളിയൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഞാനൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് വറുക്കാനായിട്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകും മുളകും ഇട്ടൊന്ന് കടുക് വറുത്തേക്കാം. കറിക്കകത്തേക്ക് നമ്മൾ തേങ്ങയെല്ലാം അരച്ചെല്ലാം ചേർത്തായിരുന്നല്ലോ, അത് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ തൈര് കൂടെ ഞാനൊന്ന് ചേർക്കുക. തൈരൊന്ന് അടിച്ച് വെച്ചിരിക്കുമായിരുന്നു, അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടായി വന്നതുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പണ്ട് വീട്ടിൽ അമ്മമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറികളാണ്. ഈ പനിയൊക്കെ വരുമ്പോഴേ ആ ഒരു സ്വാദൊക്കെ ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെയുള്ളപ്പോൾ പനിയൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കും. അതെല്ലാം പണ്ടത്തെ കറികളാണ്, പണ്ട് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ചൂടെ ചേർത്താൽ ഈ കറി റെഡിയായി കേട്ടോ. നമുക്ക് ആ കറിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് കറിക്ക് വേണ്ടി കടുക് വറുക്കാവേ. കടുക് ഇട്ട് പൊട്ടി കേട്ടോ. അപ്പോൾ ഇനി ഇച്ചിരി ഉലുവ കൂടി ഉലുവ ചേർത്ത് നമുക്കത് കടുക് വറുത്തേക്കാം. ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പം കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് അതിനകത്തേക്കൊന്ന് ചേർത്താൽ മതി കറിക്കകത്തോട്ട്. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഈ പനി വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് പനി മാറാനായിട്ട്. മാറിയാലും ഇതിൻ്റെ ഒത്തിരി ആഫ്റ്റർ എഫക്റ്റാണ് കേട്ടോ. ചുമ, അതിനൊക്കെ തലവേദന ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പനി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പനി വന്നിട്ട് മാറുന്നതിനേക്കാളും നല്ലത് പനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതല്ലേ. എല്ലാവരും പൊതു സ്ഥലത്തൊക്കെ പോകുമ്പോഴേ മാസ്കൊക്കെ വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ പനി വന്നു കഴിഞ്ഞാൽ കൊറോണ വരുന്നതിനേക്കാളും പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് കൊറോണയും വന്നതാണ്, പക്ഷേ കൊറോണ ഇതിനേക്കാളും ഭേദമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ശരീരത്തിന് ആവതുകേടാണ്. മണവും ഇല്ല, രുചിയില്ല. നമ്മൾ കറിയൊന്നും വായിക്കാത്ത ഒറ്റ ടേസ്റ്റ് എന്തുവെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആൾത്തിരക്കൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പം മാസ്കൊക്കെ വെച്ചുകൊണ്ട് പോകാനൊന്ന് ശ്രമിക്കണേ. ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിനകത്തേക്ക് ഒരു 2-3 പച്ചമുളക് കൂടെ കീറിയിടുവാണേ. ഈ 3-4 പച്ചമുളകൊക്കെ ഇടുന്ന കാണുമ്പോഴേ അത്ഭുതപ്പെടേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എരിവില്ലാത്ത പച്ചമുളകാണ്. ഇത് വേണം നമുക്ക് പച്ചയ്ക്ക് കടിച്ചു തിന്നാം. അതുപോലത്തെയാണ് ഈ കാശ്മീരി മുളകിൻ്റെ പച്ചമുളകായത് കാരണമേ എരിവെന്ന് പറയുന്നതേ ഇല്ല. അപ്പോൾ ഞാനൊരു 3-4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. കരിവേപ്പില കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഞാൻ വിചാരിച്ചേ മുട്ട ഓംലെറ്റ് കൂടെ ഉണ്ടാക്കാമെന്ന്. ഈ 2 കറിയുള്ളപ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു മുട്ട ഓംലെറ്റ് കൂടെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ മുട്ട കൂടെ എടുത്തേക്കാമെന്ന് കരുതി. അപ്പോൾ അതുകൂടെ ചെയ്ത് നമുക്ക് ചോറുണ്ടാകും. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനിയിപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് നമുക്ക് ഓംലെറ്റ് കൂടെ ആക്കിയേക്കാം.
അപ്പോൾ ദേ അരമണിക്കൂർ കൊണ്ട് 3 കറിയായി കേട്ടോ. നമ്മൾ വഴുതനങ്ങയും ഉള്ളിയും കൂടെ ഉപ്പിലിട്ട കറി ഉണ്ടാക്കി. അതുപോലെ തന്നെ വെള്ളരിക്കയും പടവലങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ചാറ് കറി ഉണ്ടാക്കി, ഒഴിച്ചു കറി, മുട്ട ഓംലെറ്റും ഉണ്ടാക്കി, ചോറുമായേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 1 മണിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് വിശക്കാൻ തുടങ്ങി. കുറച്ച് ദിവസമായിട്ട് വിശപ്പൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഈ പനി വന്നപ്പോൾ പിന്നെ വിശപ്പൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ നാടൻ കറികളുടെയൊക്കെ മണം അടിച്ചപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ട്. അങ്ങനെ കഴിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വിളമ്പിയേക്കാം. ചോറും വാർത്തതല്ലേ ഉള്ളൂ, കാരണം നല്ല ചൂട് ചോറാണ് കേട്ടോ. ഞാൻ ജയയുടെ അരിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ജയയുടെ അരി കൊണ്ടുള്ള ചോറാണേ. എൻ്റെ മുട്ട ഓംലെറ്റ് ഇന്ന് പൊടിഞ്ഞു പോയി. മുട്ട ഓംലെറ്റ് കൂടി ഇരിക്കട്ടെ. നമ്മുടെ ഉള്ളിയും വഴുതനങ്ങയും കൂടെ വെച്ച കറി, ഈ ചാറ് കറി കൂടെ. ഇനിയിപ്പം ഓണത്തിൻ്റെ ഒരു സ്വല്പം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓണത്തിന് കറുനാരങ്ങ അച്ചാറിട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ആ അച്ചാർ ഇരിപ്പുണ്ട്. അപ്പോൾ അതും എടുക്കാം. നല്ല അടിപൊളി അച്ചാർ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണാണിത്. ഉച്ചയൂണിൻ്റെ ഉപയോഗങ്ങൾ ഒരു നാടൻ ഊണ്, പണ്ടത്തെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഊണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഉച്ചയൂണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.